ഹലോ കൂട്ടുകാരെ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മുടെ ഹീറോയ്ക്ക് ക്രിസ്മസ് ഗിഫ്റ്റായി ആ വാച്ച് കൊടുക്കാനായി പോകുമ്പോഴാണ് രണ്ടു പേർ നമ്മുടെ ഹീറോയിനെ തട്ടിക്കൊണ്ട് പോകുന്നത്. എന്നാൽ ഹീറോയ്ക്ക് അവൾ കൊടുക്കാൻ കൊണ്ടുവന്ന വാച്ചും അവിടെ പോകും. ഹീറോയിനെ കൊള്ളക്കാരുടെ വണ്ടിയിൽ കയറ്റിയ ശേഷം അവന്മാരുടെ ഫോൺ ഹീറോയിന് കൊടുത്ത ശേഷം പറയും, നീ ഹീറോയെ വിളിച്ച് ഇവിടെ നിന്ന് ഞാൻ പോകുകയാണ് എന്ന് പറയാൻ പറയും. അങ്ങനെയാണ് നമ്മുടെ ഹീറോയിൻ അവനെ വിളിച്ച് ഞാൻ ഇവിടെ നിന്ന് പോകാൻ പോകുന്നു എന്ന് പറയുന്നത്. എന്നാൽ ഫോൺ കട്ട് ചെയ്യുന്നതിന് മുൻപ് നമ്മുടെ പാവ ഹീറോയിൻ കരഞ്ഞുകൊണ്ട് ഐ ലവ് യു എന്ന് പറയും. അപ്പോഴേക്കും ആ കൊള്ളക്കാരന്മാർ ഫോൺ പിടിച്ചു പറിക്കാനായി നോക്കുമ്പോഴാണ് ആ ഗണ്ണ് ഫയർ ആകുന്നത്. ഈ ശബ്ദമാണ് നമ്മുടെ പാവ ഹീറോ കേട്ട് പേടിച്ചു നിൽക്കുന്നത്. അവളെ ആ സുന്ദരൻ വില്ലന്റെ ആളുകളായിരിക്കും തട്ടിക്കൊണ്ടു പോയതെന്നും കരുതി ആ കാട്ടിലൂടെ ആ വീട്ടിലേക്ക് പോകുമ്പോഴാണ് ഗ്രാമത്തിലെ ആ പെണ്ണുങ്ങൾ ഹീറോയെ വിളിച്ച് നിന്റെ വീട്ടിൽ എന്തോ സെർച്ച് നടക്കുന്നു എന്ന് പറയുന്നത്. ഹീറോ ഉടനെ തന്നെ അവിടെ നിന്ന് തിരികെ തന്റെ വീട്ടിലേക്ക് വരും. ഹീറോ അങ്ങനെ തന്റെ വീട്ടിനുള്ളിലേക്ക് വരുമ്പോഴാണ് കാണുന്നത് ഹീറോയിൻ തനിക്ക് ഗിഫ്റ്റായി തന്ന തക്കാളി ചെടിയൊക്കെ ആ കള്ള പോലീസുകാരനും കൂട്ടരും തറയിലെടുത്ത് എറിഞ്ഞിരിക്കുന്നത് കാണുന്നത്. അപ്പോഴേക്കും ആ കള്ള പോലീസുകാരൻ ഹീറോയുടെ അടുത്ത് വന്ന് പറയും, ആ പെണ്ണിനെ നീ എവിടെയാണ് ഒളിപ്പിച്ചത്? അവളെ എൻ്റെ കയ്യിൽ കിട്ടുകയാണെങ്കിൽ ഞാൻ പിച്ചി ചീന്തുമെന്ന് പറയും. എന്നാൽ ദേഷ്യം വന്ന നമ്മുടെ ഹീറോ ആകട്ടെ അവന്റെ മുഖത്ത് ഒറ്റ കുത്തുകുത്തും. ഹീറോയുടെ ഒരു ഇടിയിൽ തന്നെ ആ കള്ളം പോലീസുകാരൻ തെറിച്ച് താഴെ വീഴും. എന്നാൽ ആ പോലീസുകാരന്റെ കൂടെ ഉണ്ടായിരുന്ന പോലീസുകാർ പാവം നമ്മുടെ ഹീറോയെ അവിടെ ഇട്ട് തല്ലിച്ചതയ്ക്കും. അതിനുശേഷം ആ കള്ള പോലീസുകാരൻ ഹീറോയുടെ അടുത്ത് വന്ന് പറയും, നീ നോക്കിക്കോ, നിന്നെയും നിന്റെ കുടുംബത്തെയും ഞാൻ ഇല്ലാതാക്കുമെന്നും പറഞ്ഞ് ഹീറോയെയും അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും. എന്നാൽ ഇതേ സമയം ആ കൊള്ളക്കാർ തട്ടിക്കൊണ്ടു പോകുകയായിരുന്ന ഹീറോയിന് അറിയാമായിരുന്നു ഇവന്മാർ എന്നെ കൊണ്ടുപോയി കൊല്ലാൻ പോവുകയാണ് എന്ന്. താൻ മരിക്കാൻ പോകുന്നതിന് മുൻപ് തന്റെ ജീവിതത്തിൽ നടന്ന ഏറ്റവും നല്ല കാര്യം ഓർക്കാമെന്നും പറഞ്ഞ് ഹീറോയിൻ ഓർക്കുന്നത് ഹീറോയോടൊപ്പം ഉണ്ടായിരുന്ന ആ കുറച്ച് ദിവസങ്ങളാണ്. തന്നെ അവർ ഇപ്പോൾ കൊല്ലാൻ പോവുകയാണെന്ന് അറിഞ്ഞിട്ടും ഹീറോയ്ക്ക് ഇനി എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് ഓർത്ത് അവൾ ആ വണ്ടിയിലിരുന്ന് കരയും. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോയാകട്ടെ ആ പോലീസുകാരനെ അടിച്ചതിന് ജയിലിലുമാകും. എന്നാൽ അടുത്ത ദിവസം കണ്ണു തുറക്കുന്ന ഹീറോയിനുള്ളത് ഏതോ ഒരു വീട്ടിന്റെ ബേസ്മെന്റിലാണ്. അവൾ അവിടെ നിന്ന് രക്ഷപ്പെടാൻ നോക്കുമെങ്കിലും അവിടെയെല്ലാം ലോക്ക്ഡ് ആയിരുന്നു. അടുത്ത ദിവസം രാവിലെ ഹീറോയുടെ കൂട്ടുകാർ അവനെ കാണാനായി വരുമ്പോൾ ഹീറോ അവരോട് പറയും, ഞാൻ സൗത്ത് കൊറിയയിലെ ചീഫ് ഓഫീസറുടെ മകനാണ്. ഇത് കേൾക്കുമ്പോൾ ഹീറോയുടെ കൂട്ടുകാരെല്ലാം ഞെട്ടും. എന്നിട്ട് ഹീറോ അവരോട് പറയും, ഞാൻ അദ്ദേഹത്തിന്റെ മകനാണെന്ന് നീ ഇവിടെയുള്ള എല്ലാവരോടും പറയണം. ഞാൻ ഇത്രയും വലിയ ഒരാളാണെന്ന് അറിയുമ്പോൾ എന്തായാലും എന്നെ ജയിലിൽ നിന്ന് അവർ വിടുമെന്ന് ഹീറോ അവരോട് പറയും. എന്നാൽ അതിനുശേഷം അന്ന് ഉച്ചയ്ക്ക് ഹീറോയെ കാണാനായി അവന്റെ ഫിയാൻസി ജയിലിലേക്ക് വരും. ഹീറോ അവളോട് പറയും, നീ എൻ്റെ അച്ഛനെ പോയി കണ്ടുവല്ലേ? നിങ്ങൾ രണ്ടുപേരും പ്ലാൻ ചേർന്നാണ് എന്നെ ഇവിടെ അറസ്റ്റ് ചെയ്തിട്ടിരിക്കുന്നതെന്ന് എനിക്കറിയാമെന്ന് പറയും. എന്നാൽ ഫിയാൻസി പറയും, നീ ഇപ്പോഴും അവളെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ. എന്നാൽ പിന്നെ നീ ഇനി നമ്മുടെ കല്യാണത്തിന് മാത്രം ജയിലിൽ നിന്ന് ഇറങ്ങിയാൽ മതിയെന്നും പറഞ്ഞ് അവൾ പോകാനായി ഒരുങ്ങുമ്പോൾ ഹീറോ പറയും, അവൾക്ക് എന്തെങ്കിലും പറ്റുകയാണെങ്കിൽ ഞാൻ ഇനി ജീവനോടെ ഉണ്ടാവില്ല എന്ന് നീ എൻ്റെ അച്ഛനോട് പറയണമെന്ന് പറയും. ജയിലിൽ നിന്ന് ഇറങ്ങി വരുന്ന ഹീറോയിനോട് അവളുടെ അമ്മാവൻ ചോദിക്കും അവൻ എന്തു പറഞ്ഞു എന്ന്. എന്നാൽ അവൾ പറയും, എൻ്റെയും അവൻ്റെയും കല്യാണം നടക്കണമെങ്കിൽ അവൻ ഇപ്പോൾ ജയിലിൽ കിടന്നാലേ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവൻ ആ പെണ്ണിനെ അന്വേഷിച്ച് പോകുമെന്ന് പറയും. എന്നാൽ ഇതേ സമയം ആ കള്ള പോലീസുകാരൻ്റെ ശിങ്കിടിയുടെ മകൻ വന്ന് നമ്മുടെ ഹീറോയിൻ്റെ കയ്യിൽ നിന്ന് പോയ ഗിഫ്റ്റ് അവൻ്റെ കയ്യിൽ കൊടുത്തിട്ട് പറയും, ആ ചേച്ചിയെ തട്ടിക്കൊണ്ട് പോകുന്നത് ഞാൻ കണ്ടു. ആ ചേച്ചിയുടെ കയ്യിൽ നിന്നാണ് ഈ വാച്ച് വീണതെന്നും പറഞ്ഞ് ആ കുഞ്ഞ് ആ വാച്ച് എടുത്ത് അവന് കൊടുക്കും. എന്നാൽ ആ വാച്ച് കാണുമ്പോൾ ആ ശിങ്കിടിക്ക് മനസ്സിലാക്കില്ല ഇത് നമ്മുടെ ഹീറോയുടെ ചേട്ടന്റെ വാച്ചാണ് എന്ന്. അവൻ ഉടനെ തന്നെ വാച്ച് തന്റെ പോക്കറ്റിലിട്ട ശേഷം തന്റെ മകനോട് പറയും, ഇങ്ങനെ ഒരു കാര്യം നീ നടന്നതായി ആരോടും പറയരുത് എന്ന്. എന്നാൽ അടുത്ത ദിവസം തന്നെ ഹീറോയെ ആ ജയിലിൽ നിന്ന് രക്ഷിക്കാനായി ഹീറോയുടെ കൂട്ടുകാർ ഹീറോ ആ ചീഫിന്റെ മകനാണെന്ന് ആർമി മുഴുവനും പറഞ്ഞു പരത്തും. എന്നാൽ ഹീറോ ആർമി ചീഫിന്റെ മകനാണെന്ന് അറിയുമ്പോൾ ആ ഗ്രാമത്തിലെ പെണ്ണുങ്ങളും ഞെട്ടിപ്പോവും. കാരണം അത്രയും വലിയൊരു ഓഫീസറിന്റെ മകനായിരുന്നു നമ്മുടെ ഹീറോ. എന്നാൽ അന്ന് രാത്രി നമ്മുടെ ഹീറോയിനെ പൂട്ടിയിട്ടിരിക്കുന്ന സ്ഥലത്ത് നിന്നും രണ്ട് പട്ടാളക്കാർ പിടിച്ചുകൊണ്ടുവന്ന് നമ്മുടെ ഹീറോയുടെ അച്ഛന്റെ മുന്നിലിരുത്തും. ഹീറോയുടെ അച്ഛന്റെ ആൾക്കാരായിരുന്നു അവളെ പിടിച്ചുകൊണ്ടുവന്നത്. എന്നാൽ നമ്മുടെ ഹീറോയിനാകട്ടെ ഇത് ഫിയാൻസിയുടെ അച്ഛനാണെന്നും പറഞ്ഞ അയാളോട് പറയും, നിങ്ങളുടെ മകളെ കല്യാണം കഴിക്കാൻ പോകുന്ന ആളാണ് അവനെന്നറിയാം, പക്ഷേ എന്നെ കാരണമാണ് അവൻ ഈ പ്രശ്നങ്ങളിലെല്ലാം പെട്ടത്. ഞാനൊരു കൊടുങ്കാറ്റിൽ സൗത്ത് കൊറിയയിൽ നിന്ന് ഇവിടെ എത്തിയതാണെന്നും പറഞ്ഞ് എല്ലാ കാര്യങ്ങളും അവൾ അവൻ്റെ അച്ഛനോട് പറയും. എന്നിട്ട് അവൾ അയാളോട് പറയും, ഞാൻ നിങ്ങളുടെ മകൾ കല്യാണം കഴിക്കാൻ പോകുന്ന പയ്യനുമായി സ്നേഹത്തിലാണ്, പക്ഷേ എന്നെ കാരണം ഇപ്പോൾ അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ ഇനി ഒരിക്കലും അദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കില്ല എന്ന് അവൾ പറയും. എന്നാൽ ഇതെല്ലാം തന്നെ മറന്നിരുന്നു കേൾക്കുകയായിരുന്ന ഹീറോയുടെ അമ്മയ്ക്ക് അവൾക്ക് ഹീറോയിനെ വലിയ ഇഷ്ടമാണെന്ന് മനസ്സിലാകും. എന്നിട്ട് അവൾ ഫിയാൻസിയുടെ അച്ഛനാണെന്നും പറഞ്ഞ് അയാളോട് ചോദിക്കും, നിങ്ങൾക്ക് വലിയ പവർ ഉണ്ടെന്ന് തോന്നുന്നു, നിങ്ങൾക്ക് എന്നെ ഹെൽപ്പ് ചെയ്ത് ഇവിടെ നിന്ന് സൗത്ത് കൊറിയയിലേക്ക് കൊണ്ടുപോകൂടെ എന്ന് ചോദിക്കും.
എന്നാൽ അപ്പോഴേക്കും അയാൾ ഗാർഡുകളെ വിളിച്ച് അവളെ പഴയ സ്ഥലത്തേക്ക് തന്നെ കൊണ്ടുപോകും. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അവിടുത്തെ സെർവന്റ് അവൾക്ക് ഭക്ഷണവും കൊണ്ടുവരും. എന്നാൽ നല്ല വിശപ്പുണ്ടെങ്കിലും അവൾ ആ ഭക്ഷണമൊന്നും കഴിക്കാൻ കൂട്ടാക്കില്ല. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ ഹീറോയുടെ അമ്മ അങ്ങോട്ടേക്ക് വരും. എന്നിട്ട് അവളോട് ആ ഭക്ഷണം കഴിക്കാൻ പറയും. ഭക്ഷണം കഴിച്ച ശേഷം അവളെയും കൂട്ടിക്കൊണ്ട് മറ്റൊരു മുറിയിലേക്ക് അവർ പോകും. എന്നാൽ ഇത് കാണുമ്പോൾ ഹീറോയിൻ ചോദിക്കും, ഇത് നിങ്ങളുടെ മകൾ ഫിയാൻസിയുടെ മുറിയല്ലേ എന്ന്. എന്നാൽ അപ്പോഴാണ് അവർ ആ സത്യം അവളോട് പറയുന്നത്, ഞങ്ങളാണ് ഹീറോയുടെ അച്ഛനും അമ്മയും എന്ന്. ഇത്രയും വലിയ ഓഫീസറുടെ മകനാണ് ഹീറോ എന്ന് അറിയുമ്പോൾ ആകെപ്പാടെ അമ്പരന്ന് പോകും. അവൾ പറഞ്ഞതൊക്കെ സത്യമാണോ എന്ന് ചെക്ക് ചെയ്യാൻ സൗത്ത് കൊറിയയിലെ ന്യൂസ് പേപ്പർ നോക്കുമ്പോഴാണ് അയാൾക്ക് മനസ്സിലാകുന്നത് അവൾ പറഞ്ഞതെല്ലാം സത്യമാണ്. അവളെ പറ്റിയുള്ള ന്യൂസ് എല്ലാം സൗത്ത് കൊറിയയിലെ ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ട് എന്ന്. അങ്ങനെ അന്ന് രാത്രി ഹീറോയുടെ റൂമിൽ താമസിക്കുകയാണ് നമ്മുടെ ഹീറോയിൻ. അവന്റെ പഴയ ഫോട്ടോസും ആൽബമൊക്കെ എടുത്ത് നോക്കുമ്പോൾ ഹീറോയ്ക്ക് കുഞ്ഞിലെ ഒരു പിയാനിസ്റ്റ് ആവാനാണ് ഇഷ്ടമെന്ന് അവൾക്ക് മനസ്സിലായി. അപ്പോൾ ആ റൂമിൽ ഒരു പിയാനോ ഇരിക്കുന്നത് കണ്ട് അവൾ അതിന്റെ അടുത്തേക്ക് ചെല്ലും. നമ്മുടെ ഹീറോയിനും പിയാനോയുമായി വളരെ വലിയൊരു ബന്ധമുണ്ട്. കുറെ നാളുകൾക്ക് മുമ്പ് അവൾ മരിക്കാൻ വേണ്ടി സ്വിറ്റ്സർലാൻഡിലേക്ക് പോയപ്പോൾ അവിടെ ലേക്കിന്റെ സൈഡിൽ ആരോ ഒരാൾ പിയാനോയിൽ ഒരു നോട്ട് വായിക്കുന്നത് കേട്ടപ്പോഴാണ് അവൾക്ക് ഇനിയും ജീവിതത്തിൽ ജീവിക്കാൻ ഒരുപാടുണ്ട് എന്ന് മനസ്സിലാക്കി അവൾ ആത്മഹത്യ ചെയ്യണ്ട എന്ന തീരുമാനം എടുക്കുന്നത്. എന്നാൽ അടുത്ത ദിവസം രാവിലെയാണ് അവിടുത്തെ ഹയർ ഓഫീസേഴ്സ് എല്ലാം അറിയുന്നത് ഞങ്ങൾ പിടിച്ചിട്ടിരിക്കുന്നത് സൗത്ത് കൊറിയയിലെ ഏറ്റവും വലിയ ഓഫീസറുടെ മകനെയാണ്. അവരുടനെ തന്നെ നമ്മുടെ ഹീറോയെ റിലീസ് ചെയ്യും. എന്നിട്ട് അവിടുത്തെ മെയിൻ ഓഫീസർ ഹീറോയുടെ തോളിൽ വന്ന് കൈയിട്ടിട്ട് പറയും, മോൻ എന്ത് ആവശ്യമുണ്ടെങ്കിലും എന്നോട് വന്ന് പറയണമെന്ന്. ഹീറോ അയാളോട് പറയും, ഇന്ന് സാർ എനിക്ക് ഡ്യൂട്ടി ബോർഡർ ഫ്രണ്ടിൽ ഇടണമെന്ന് പറഞ്ഞിട്ട് ഹീറോ അവിടെ നിന്നൊരു കാറും എടുത്ത് നേരെ തൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് വരും. എന്നാൽ ഇതേ സമയം ഹീറോയുടെ അമ്മ അവൾക്ക് നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഹീറോയിൻ അമ്മയോട് പറയും, ഇതേ ടേസ്റ്റാണ് അമ്മയുടെ മകൻ ഉണ്ടാക്കുന്ന ഫുഡിനുമെന്ന്. അവൻ നിനക്ക് ഫുഡൊക്കെ ഉണ്ടാക്കി തരാറുണ്ടോ എന്ന് ഹീറോയുടെ അമ്മ ചോദിക്കും. ഉണ്ടാക്കി തരാറുണ്ട്, നിങ്ങളുടെ മകൻ ഒരു പാവമാണെന്ന് അമ്മയോട് പറയും. എന്നാൽ ഇതേ സമയം അവൻ തൻ്റെ അമ്മയും അച്ഛനും താമസിക്കുന്ന വീട്ടിലേക്ക് എത്തിയിരുന്നു. അവൻ തൻ്റെ അച്ഛൻ്റെ അടുത്ത് വന്ന് ചോദിക്കും, നിങ്ങൾ അവളെ പിടിച്ചുകൊണ്ട് വന്നിട്ട് എന്ത് ചെയ്തു എന്ന്. എന്നാൽ ഇതെല്ലാം മറഞ്ഞിരുന്നു കേൾക്കുകയായിരുന്ന ഹീറോയിൻ അവൻ്റെ അമ്മയോട് പറയും, എന്നെ കാരണം അവൻ്റെ ജീവന് തന്നെ പ്രശ്നമായി, ഇനിയും എന്നെ കാരണം അവൻ കഷ്ടപ്പെടുന്നത് കാണാൻ എനിക്ക് വയ്യ എന്നും പറഞ്ഞ് അവൾ അവൻ്റെ അമ്മയെ നോക്കി കരയും. എന്നാൽ അവൾക്ക് എന്തെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ ഞാൻ ഇനി ജീവനോടെ ഉണ്ടാകില്ല എന്ന് അവൻ അവൻ്റെ അച്ഛനോട് പറയും. അവൾക്ക് വേണ്ടി ഞാൻ മരിക്കാൻ വരെ തയ്യാറാണെന്ന് അവൻ്റെ അച്ഛനോട് ഷൗട്ട് ചെയ്ത് പറയുമ്പോൾ അവൻ്റെ അമ്മ അങ്ങോട്ടേക്ക് വന്ന് പറയും, അവൻ വിഷമിക്കേണ്ട, ഇവൾക്ക് വേണ്ടിയല്ലേ വന്നതെന്നും പറഞ്ഞ് ഹീറോയിനെ അങ്ങോട്ടേക്ക് കൊണ്ടുവരും. അവർക്ക് രണ്ടുപേർക്കും പരസ്പരം കാണുമ്പോൾ വളരെയധികം സന്തോഷമാകും. ഹീറോ അവളോട് ചോദിക്കും, നിനക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന്. എന്നാൽ ഹീറോയുടെ മുഖത്തെല്ലാം ഇഞ്ചുറി പറ്റിയിരിക്കുന്നത് കണ്ട് അവൾക്ക് വളരെയധികം സങ്കടമായി. എന്ത് പറ്റിയതാണെന്നൊക്കെ അവനോട് ചോദിക്കും. എന്നാൽ ഇതെല്ലാം കാണുന്ന ഹീറോയുടെ പാരൻസിന് അവർ തമ്മിൽ വളരെയധികം ഇഷ്ടത്തിലാണ് എന്ന് മനസ്സിലാകും. ഒടുവിൽ ഹീറോയുടെ അച്ഛൻ പറയും, ഇനി നീ എന്ത് വേണമെങ്കിലും ചെയ്തുള്ളൂ, ഞാൻ ഒന്നിലും ഇടപെടില്ല എന്ന് പറയും. അങ്ങനെ അവർ അവിടെ നിന്ന് പോകാനായി ഇറങ്ങുമ്പോൾ ഹീറോയുടെ അമ്മ ഫുഡ് കഴിച്ചിട്ട് പോകാമെന്നും പറഞ്ഞ് അവരെ രണ്ടുപേരെയും അകത്തേക്ക് വിളിച്ചു കൊണ്ടുപോകും. എന്നാൽ ഇതേ സമയം നമ്മുടെ ഹീറോയുടെ ഫിയാൻസി ആകട്ടെ ഹീറോയ്ക്ക് തന്നെ ഇഷ്ടമല്ല എന്നും പറഞ്ഞൊരു ബാറിലിരുന്ന് വെള്ളമടിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ അപ്പോഴേക്കും നമ്മുടെ സുന്ദരൻ വില്ലനും അങ്ങോട്ടേക്ക് ചെല്ലും. അപ്പോൾ ഫിയാൻസി അവനോട് പറയും, നിനക്കറിയാമോ, എൻ്റെ കുഞ്ഞിലെ മുതൽ എനിക്ക് ഹീറോയെ വലിയ ഇഷ്ടമായി. എന്നാൽ അപ്പോൾ അവൻ പറയും, നിനക്ക് മാത്രമല്ലേ അങ്ങോട്ട് ഇഷ്ടമുണ്ടായിരുന്നുള്ളൂ, അവന് നിന്നെ ഇഷ്ടമൊന്നുമല്ലായിരുന്നല്ലോ, നിന്നെ ഇഷ്ടമുള്ള ഇവിടെ പലരുമുണ്ട്, നീ അതൊന്നും കാണുന്നില്ല എന്ന് പറയും. അപ്പോൾ ഫിയാൻസി ചോദിക്കും, നിനക്ക് എന്നെ ഇഷ്ടമാണോ എന്ന്. അവൻ പറയും, അതെ, എനിക്ക് നിന്നെ ഇഷ്ടമാണ് എന്ന് പറയും. ഫിയാൻസി വീണ്ടും ഒരുപാട് മദ്യം കുടിക്കുമ്പോൾ അവൻ അവളെ തടഞ്ഞ് ഒടുവിൽ അവളുടെ ബോധം പോയി അവൾ അവനെയും കൂട്ടി അവളുടെ വീട്ടിലേക്ക് കൊണ്ടുവരും. വീട്ടിൽ കൊണ്ടാക്കി അവളുടെ അമ്മയുടെ കണ്ണും വെട്ടിച്ച് അവൻ പുറത്തു വരും. എന്നിട്ട് പറയും, ഈ പെണ്ണിനെ കാണും പോലെയല്ല, അവൾക്ക് നല്ല ഭാരമുണ്ട് എന്ന്. എന്നാൽ അന്ന് രാത്രി ഹീറോയിൻ ഹീറോയുടെ മുറിയിൽ കിടന്നുറങ്ങുമ്പോൾ ഹീറോ അങ്ങോട്ടേക്ക് വരും. അവൻ വരുന്നത് കാണുമ്പോൾ അവൾക്ക് വലിയ സന്തോഷമാകും. എന്നിട്ട് അവൾ അവനോട് ചോദിക്കും, നിനക്ക് കുഞ്ഞിലെ ഒരു പിയാനോ റീഡർ അവൻ വലിയ ഇഷ്ടമായിരുന്നു അല്ലേ എന്ന്. എന്നിട്ട് അവൾ ആ റൂമിലുള്ള പിയാനോ പോയി വായിക്കുമ്പോൾ ആ വായിക്കുന്ന നോട്ട് കേട്ട് നമ്മുടെ ഹീറോ ഹീറോ അവളോട് വന്ന് പറയും, ഈ നോട്ട് വായിച്ചത് ഞാനാണ്, സ്വിറ്റ്സർലാൻഡിൽ നിന്ന് എൻ്റെ പഠിത്തം കഴിഞ്ഞു വന്നപ്പോൾ അവസാനമായി വായിച്ച നോട്ട് ഇതാണെന്ന് പറയും. എന്നാൽ ഇത് കേൾക്കുമ്പോൾ നമ്മുടെ ഹീറോയിൻ ഞെട്ടും. കാരണം ഹീറോയിനെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന നോട്ട് ഇതായിരുന്നു. സ്വിറ്റ്സർലാൻഡിൽ വെച്ച് അവൾ ഈ സോങ് ആണ് കേട്ടത്, പക്ഷെ അത് വായിച്ചത് ആരായിരുന്നു എന്ന് അവൾക്ക് അറിയില്ലായിരുന്നു. ഹീറോ ആണ് അത് വായിച്ചതെന്നറിയുമ്പോൾ അവൾ സന്തോഷത്തിൽ ഞെട്ടി അവന്റെ മുഖത്തേക്ക് നോക്കും. എന്നാൽ ഇതേ സമയം ആ കള്ളൻ പോലീസുകാരൻ ആ ചീഫ് ഓഫീസറിന് കുറച്ച് ഫോട്ടോസ് കൊണ്ടുവന്നിട്ട് പറയും, ഈ വണ്ടിയിലാണ് ആ പെണ്ണിനെ കയറ്റിക്കൊണ്ട് പോയത്, ഇത് നമ്മുടെ ഡയറക്ടറുടെ വണ്ടിയാണ്, അവിടെ പോയി അന്വേഷിക്കുകയാണെങ്കിൽ നമുക്ക് ആ പെണ്ണിനെ പിടിക്കാമെന്ന് പറയും. അങ്ങനെ അവർ രണ്ടുപേരും കൂടി നമ്മുടെ ഹീറോയുടെ അച്ഛൻ്റെ അടുത്ത് ചെല്ലും. അദ്ദേഹത്തോട് വീടൊന്ന് സെർച്ച് ചെയ്തോട്ടെ എന്ന അനുവാദം ചോദിക്കും. പിന്നെ ഒരു പെണ്ണ് ഇവിടെ ഉണ്ടെങ്കിൽ സാറിന് തന്നെയാണ് പ്രശ്നം വരിക എന്ന് അയാൾ പറഞ്ഞ ശേഷം ഹീറോയുടെ അച്ഛൻ സെർച്ച് ചെയ്തോളാൻ പറയും. അങ്ങനെ അവർ അവിടെയെല്ലാം സെർച്ച് ചെയ്യെങ്കിലും ആരെയും കിട്ടില്ല. റോങ് ഇൻഫർമേഷൻ തന്നു എന്നും പറഞ്ഞ് ആ കള്ള പോലീസുകാരൻ വിളിച്ചുകൊണ്ടുവന്ന പോലീസുകാരൻ തന്നെ അവനെ അടിച്ചു.
എന്നാൽ ഹീറോയുടെ അച്ഛൻ പറയും എൻ്റെ മകൻ ഇപ്പോൾ ബോർഡറിൽ സെക്യൂരിറ്റിക്ക് പോയിരിക്കുകയാണ് എന്ന്. ഇത് കേൾക്കുന്ന ആ കള്ളൻ പോലീസുകാരൻ അവൻ ബോർഡറിൽ പോയിരിക്കുന്നത് ആ പെൺകുട്ടിയെ കടത്താൻ വേണ്ടിയാണ് എന്ന് പറയും. ആരെ എതിർത്താടാ സംസാരിക്കുന്നതെന്ന് ചോദിച്ച് മറ്റ് പോലീസുകാർ ആ കള്ളൻ പോലീസുകാരനെ അവിടെ നിന്നും പിടിച്ചുകൊണ്ടു പോകും. ഇതേ സമയം ഹീറോയും അവൻ്റെ കൂട്ടുകാരും നമ്മുടെ ഹീറോയിനെയും കൊണ്ട് ബോർഡറിലേക്ക് വരും. ബോർഡറിലെത്തിയ ശേഷം അവൾ തൻ്റെ കൂട്ടുകാരോടായി പറയും, ഞാൻ ഇനി ഇവിടെ നിന്ന് പോയാൽ നിങ്ങളെ കാണില്ലല്ലോ, രാജ്യം ഇത്ര അടുത്തായിട്ട് പോലും നമുക്ക് ഈ വിധി വന്നല്ലോ എന്ന് പറയും. അന്നു രാത്രി ഹീറോ നമ്മുടെ ഹീറോയിനെ മലയും കാടുമെല്ലാം കടന്ന് സൗത്ത് കൊറിയയുടെ ബോർഡറിന്റെ അടുത്തേക്ക് കൊണ്ടു ചെല്ലും. എന്നാൽ ഇനി നമുക്ക് ഒരിക്കലും കാണാൻ കഴിയില്ല എന്ന് ഓർക്കുമ്പോൾ രണ്ടുപേർക്കും പിരിയാൻ വയ്യാത്തത്ര വിഷമമാണ്. എന്നാൽ ഹീറോ അവളോട് പറയും, നീ അവിടെ പോയി സുഖമായി ജീവിക്കണം, നീ സുഖമായി ഇരിക്കുന്നു എന്ന് കേൾക്കാനാണ് എനിക്ക് താല്പര്യമെന്ന് ഹീറോ പറയും. എന്നാൽ അപ്പോൾ അവൾ കരഞ്ഞുകൊണ്ട് പറയും, ബോർഡർ പാസ് ചെയ്യുമ്പോൾ എൻ്റെ കൂടെ ഒന്ന് വന്നൂടെ എന്ന്. എനിക്ക് അങ്ങോട്ട് വരാൻ കഴിയില്ല എന്ന് ഹീറോ അവളോട് പറയും. എന്നാൽ അവൾ ബോർഡർ കടന്ന് സൗത്ത് കൊറിയയിലേക്ക് എത്തുമ്പോഴേക്ക് നമ്മുടെ ഹീറോയും ബോർഡർ കഴിഞ്ഞ് അവളുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് അവളെ കിസ് ചെയ്യും. ഇവിടെ വെച്ച് ഈ എപ്പിസോഡ് തീരുകയാണ്. അടുത്ത എപ്പിസോഡിൽ അവരുടെ ജീവിതത്തിൽ എന്താണ് നടക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാണാം.